വളരെ പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ കൊല്ലത്ത് നിന്ന് നമ്മുടെ മുൻപിലേക്ക് വരികയാണ്. കൊല്ലത്തൊരു അധ്യാപകൻ വിദ്യാർത്ഥിയെ മർദ്ദിച്ചു എന്നൊരു ആക്ഷേപം ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നു. കൊല്ലം അഞ്ചാലുംമൂട് GHSSൽ അധ്യാപകൻ +2 വിദ്യാർത്ഥിയെ മർദ്ദിച്ചു എന്ന ആക്ഷേപമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അധ്യാപകനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു. PT അധ്യാപകനായ റാഫിക്കെതിരെയാണ് ഇപ്പോൾ അഞ്ചാലുംമൂട് പോലീസ് കേസെടുത്തിരിക്കുന്നത്. വിവരങ്ങളുമായി രാജ്കുമാർ കൊല്ലത്തുനിന്ന് ചേരുകയാണ്. രാജ്കുമാർ, ആ കുട്ടിയുടെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നെറ്റിയിലൊക്കെ മുഖത്തൊക്കെ വലിയ തോതിൽ മർദ്ദനമേറ്റതിന്റെ ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. അതീവ ദയനീയമാണ് ആ കുട്ടിയുടെ സാഹചര്യം എന്ന് പറയുന്നത്. PT അധ്യാപകനെതിരെയാണോ പരാതി വന്നിരിക്കുന്നത്? PT അധ്യാപകനെതിരെയാണോ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്? മനു, അതെ. ഇത് ഇന്നലെ വൈകിട്ട് 3:30 ഈ സ്കൂൾ കാമ്പൗണ്ടിൽ വെച്ച് ഈ സംഭവം നടക്കുന്നത്. ഈ വിദ്യാർത്ഥിയെ ക്ലാസ് മുറിയിലേക്ക് പോകാൻ ഈ അധ്യാപകൻ പോകാൻ കൂട്ടാക്കാത്തതിനെ തുടർന്ന് ഈ അധ്യാപകൻ പിടിച്ചു തള്ളി എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഇതിനകത്തുള്ളൊരു തുടക്കമായി പറയപ്പെടുന്നത്. ഇതിലൊരു വ്യക്തതയില്ല. അതേസമയം പിന്നീട് ഇത് കഴിഞ്ഞ് പിടിച്ചു തള്ളുകയും കുട്ടി മറിഞ്ഞു വീഴുകയും ചെയ്തു. ഇപ്പോൾ പ്രിൻസിപ്പലിനെ കാണാൻ കഴിഞ്ഞില്ല. മുഖത്ത് വിരൽ ചൂണ്ടി സംസാരിച്ചു. ഇതിനെ തുടർന്ന് കുട്ടിയെ മർദ്ദിച്ചു എന്നുള്ളതാണ് മറ്റുള്ള ആളുകൾ പറയുന്ന ഒരു വിവരങ്ങൾ. ഇത് രണ്ടു കൂട്ടരുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തി. എന്തായാലും മനു സൂചിപ്പിച്ചതുപോലെ അധ്യാപകൻ കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചു. ആ മർദ്ദിച്ചതിനെ തുടർന്ന് മൂക്കിന്റെ പാഠം താർന്നിട്ടുണ്ട്. അത് ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സ ഈ കുട്ടി തേടുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഈ അധ്യാപകൻ ചടയമംഗലത്ത് സ്കൂളിൽ ജോലി ചെയ്യുമ്പോഴും ഇതുപോലെ ഒരു പ്രശ്നത്തിൽപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. ഇത് അഞ്ചാലുംമൂട് പോലീസിന്റെ അധ്യാപകനെതിരെ കേസെടുത്തു. വിദ്യാഭ്യാസ വകുപ്പ് ഈ അധ്യാപകനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ശരി, രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും അധ്യാപകന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ഏതായാലും അതിന്റെ വസ്തുതകൾ, സത്യാവസ്ഥകൾ പുറത്തു വരട്ടെ. എന്തു തന്നെയായാലും അത്തരത്തിലൊരു നടപടി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വിവരങ്ങളാണ് രാജ്കുമാർ നൽകിയത്.